സോ കീം 2024 ഓപ്ഷൻസ് ആൻഡ് അലോട്ട്മെൻറ്റ്. സോ ഓപ്ഷൻസിനെ കുറിച്ചും അലോട്ട്മെൻറ്റിനെ കുറിച്ചും പെട്ടെന്ന് തന്നെ സംസാരിക്കാം. സോ ഫസ്റ്റിന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഓപ്ഷൻസ് ആണ്. എന്താണ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ? നിങ്ങളുടെ കീം എക്സാമിൻ്റെ റാങ്കും അതേപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് റാങ്ക് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കുറേ പേര് ഡൗട്ടാണ് ഏതൊക്കെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാമല്ലോ, ഗവൺമെൻറ് കോളേജിലേക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഉണ്ടാവും, അതേപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസ് ഉണ്ടാവും. ഗവൺമെൻറ് കോളേജ് ഉണ്ടാവും, സെൽഫ് ഫൈനാൻസിങ് കോളേജ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ്. ഈ 3 ടൈപ്പ് ഓഫ് കോളേജിലേക്കാണ് ഞാൻ ഗവൺമെൻറ് കൺട്രോൾ GC കൊടുക്കുകയാണ്. ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ്, ഗവൺമെൻറ് അതേപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ്, ഈ 3 കോളേജിലേക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുക. എത്ര ഓപ്ഷൻസ് കൊടുക്കാമെന്ന് പലർക്കും സംശയമുണ്ട്. അതിനൊറ്റ ഉത്തരവുള്ളൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കുക. അതിനകത്തുള്ള ഫുൾ ഓപ്ഷൻസും നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് നിങ്ങൾ എത്ര വെച്ചാൽ അതിലെത്ര ഓപ്ഷൻസ് അവൈലബിൾ ആണോ അത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഇത് വെച്ച് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൃത്യമായ ഐഡിയ. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീമിൻ്റെ +2 മാർക്ക് ഈ വർഷം എടുക്കുകയാണെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം +2 മാർക്ക് ആഡ്, അതിനുശേഷം നിങ്ങളുടെ റാങ്ക് വരും. റാങ്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവും. അതിനുശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുക്കാം. അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജ്, IHRD അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ്, അതേപോലെ തന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജസ്, ഇത്രയും കോളേജുകൾക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. അതേപോലെ തന്നെ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചാണ്. സോ ഏകദേശം നിങ്ങൾക്ക് ഇത്രയും കാര്യം ഇത് ഫുൾ അലോട്ട്മെൻ്റ് ആണ്. സോ ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു അടിപൊളി ഫ്രീ വെബിനാർ, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വെബിനാറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വെബിനാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൂപ്പർ IT സ്കിൽസ്, അതേപോലെ തന്നെ റെലവൻറ്റ് ഇൻഡസ്ട്രിയൽ സ്കിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഏത് ബ്രാഞ്ച് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ IT മാത്രമല്ല, നിങ്ങൾ ഏത് ബ്രാഞ്ച് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വെബിനാർ തന്നെയായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ CGPA SGPA കാര്യങ്ങളൊക്കെ കുറവായാലും നിങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല അത്യാവശ്യം കിടിലൻ 10 to 11 LPA ഒക്കെ വരുന്ന പെയ്ഡ് ഇന്റേൺഷിപ്പ് വരെ ഇങ്ങോട്ട് നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ വെബിനാർ വഴി നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഹൈ പെയ്ഡ് ജോബ് ആയിട്ടുള്ള 14 to 15 LPA ഒക്കെ മികച്ച ഇന്ത്യയിൽ തന്നെ ടോപ്പ് 100, ഇന്ത്യ ആയാലും ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും 1700+ കമ്പനീസ് ടോപ്പ് പ്ലേസ്മെന്റ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നേടിയെടുക്കാം. എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ, ഇൻഫോസിസ് എക്സെട്ര. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ ഈ വെബിനാർ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് കൊടുത്ത ലിങ്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണ്. കൃത്യമായിട്ട് സാറ്റർഡേ സൺഡേസ് ആയിരിക്കും വെബിനാർ ഉണ്ടാവുക. സോ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് ഹൈലി യൂസ്ഫുൾ. ഞാൻ നിങ്ങളുടെ കൂടെ അറ്റൻഡ്. സോ അപ്പോൾ നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. സോ അലോട്ട്മെൻറ്റ് 1 ഉണ്ടാവും, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് 2, അലോട്ട്മെൻറ്റ് 3. അതിന് മുന്നേ ഒരു കാര്യം അവിടെ ചെയ്താൽ പറഞ്ഞു, ട്രയൽ അലോട്ട്മെൻറ്റ് ആണ് ഫസ്റ്റ് ഉണ്ടാവുക. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന ഒരു കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സാണ്. നിങ്ങളുടെ കൃത്യമായ ഓപ്ഷൻസ് കൊടുക്കും. ഓപ്ഷൻസ് കൊടുത്തതിൻ്റെ ശേഷം എന്ത് സംഭവിക്കും, നിങ്ങൾക്കൊരു ട്രയൽ അലോട്ട്മെൻറ്റ് സംഭവിക്കും. അതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാണ് ഇത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അത് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ വന്ന കോളേജിൽ തന്നെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ അത് വരാതിരിക്കാം, ഒക്കെ നടക്കാറുണ്ട്. വന്ന കേസുണ്ട്, വരാത്ത കേസുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ കാര്യമാക്കുകയും വേണ്ട, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രൊസൈറ്റ് കാണാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടിയാൽ അത് നിങ്ങൾക്ക് കിട്ടിയതാണ്. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ടായിരിക്കും നിങ്ങൾ ഫീസും കാര്യങ്ങളും അടച്ചിട്ട് ആ സീറ്റ് അവിടെ നിങ്ങൾ ഉറപ്പിച്ച് വെക്കണം. നിങ്ങളവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. സീറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. അത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഹയർ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 10 ഓപ്ഷൻ 5 ഓപ്ഷൻ കൊടുത്തു തരും, വെറുതെ ആയിരിക്കാം. അല്ല 2 ഓപ്ഷൻ, അതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ GEC തൃശ്ശൂർ കിട്ടിയാൽ നിങ്ങളുടെ മേലെ CET ഉണ്ട്. എനിക്ക് GEC വേണ്ട, നിങ്ങൾക്ക് CETയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് 3 കൊടുക്കുക. ഇനി അലോട്ട്മെൻറ്റ് 3 ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് തന്നെ കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലെയുള്ള കോളേജ് തന്നെ CET തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. GEC തന്നെ കിട്ടാം, അല്ലെങ്കിൽ CET തന്നെ കിട്ടാം. നിങ്ങൾ കൊടുത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഈ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ പേർക്ക് അലോട്ട്മെൻറ്റ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്ത ഞാൻ വീണ്ടും പറയാൻ വന്നത് മോപ്പപ്പും നമ്മുടെ സ്പോട്ട് അലോട്ട്മെൻറ്റാണ്. ഈ മോപ്പപ്പും സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3 അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള സീറ്റുകൾ, എസ്പെഷ്യലി ഗവൺമെൻറ് കോളേജുകളെ കാര്യമാണ് എനിക്ക് പറയുന്നത്, ബാക്കിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനാണ് ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റ് പറഞ്ഞാൽ ഇനി മോപ്പപ്പിൽ ബാക്കിയുള്ള സീറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒരു ഓഫ്ലൈൻ അലോട്ട്മെൻറ്റ് ആണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഓഫ്ലൈൻ അലോട്ട്മെൻറ്റ് ആണെന്നും കൂടി മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാനാവുന്ന ടൈമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡെമോ വീഡിയോസ് ഓൾറെഡി ചാനലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ പോയാൽ കൃത്യമായിട്ട് കാണാം. അതേപോലെ തന്നെ ആയിരിക്കും ഈ വർഷം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് പോയിട്ട് ഞാൻ ഏത് കോളേജിൽ ചേരണം എന്നല്ല ചിന്തിക്കേണ്ടത്. മിനിമം ഒരു മാസം മുന്നേ നിങ്ങൾ വർക്ക് എടുക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന 4 വർഷത്തെ കോളേജിലേക്ക് പോകാനാണ്. 4 വർഷം നിങ്ങൾ കോളേജിൽ പഠിക്കാൻ പോകണം.
അപ്പോൾ ഈ 4 വർഷം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ബെസ്റ്റ് കോളേജ് പഠിക്കാൻ ആഗ്രഹമുണ്ടാകും. അപ്പോൾ നിങ്ങൾ തന്നെ അതിന് സെൽഫ് വർക്ക് എടുക്കുക. നിങ്ങൾ കോളേജിനെ കുറിച്ചിട്ട് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അന്വേഷിക്കുന്നതിന് ഉപരി നിങ്ങൾ അവിടെ പഠിച്ച ഒരു സ്റ്റുഡൻസിനോട് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനോട് ചോദിച്ചു ഈ കോളേജ് എങ്ങനെയുണ്ടെന്ന്. ആ കുട്ടീൻ്റെ റെസ്പോൺസ് ആയിരിക്കില്ല അത്യാവശ്യം അവിടെ വൈബ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പോകുന്ന കുട്ടിക്കുണ്ടാകും. അതേപോലെ അവിടെ ഭയങ്കരമായിട്ട് ഉഴപ്പി അല്ലെങ്കിൽ തീരെ പഠിച്ചില്ല കുറേ സപ്ലിക്കുള്ള അയാൾക്ക് വേറെ റിവ്യൂ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും റിവ്യൂ കമ്പൈൻ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ കോളേജിൽ പോകണം. അല്ലാതെ ഒരാളെ വിളിച്ചിട്ട് നേരെ കോളേജിലോട്ട് പോകരുത്. ഞാനും എൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യാറ്. ഈ വർഷവും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. നിങ്ങളുടെ കംപ്ലീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറയുന്ന ചാനൽ വരും. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കോളേജ് റിവ്യൂസ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഹെൽപ്പ് ആവുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.